ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഹൈബ്രിഡ് ബൊഗെയിൻവില്ല പ്ലാന്റ്സിൻ്റെ കൂട്ടത്തിൽ ലീഫിൽ വേരിഗേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചെടികളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. അതിലൊന്നാമത്തെ പ്ലാന്റ്സാണ് റോയൽ ഡോൾഫിൻ റെഡ്. നോക്കി, നല്ല സൂപ്പർ പ്ലാന്റ്സ് അല്ലേ. ഇതിൻ്റെ ആ ലീഫിലെ വേരിഗേറ്റഡ് കളറും ആ റെഡ് കളറും കൂടെ, പൂക്കളുടെ റെഡ് കളറും കൂടെ വരുമ്പോഴത്തേക്ക് നല്ല എടുപ്പാണേ. കണ്ടോ, ഇതിലാദ്യം റെഡ് കളറിലാണ് പൂക്കൾ വിരിയുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഒരു പിങ്ക് ഷെയ്ഡിലോട്ട് മാറുവേ. നല്ല വലിപ്പമുള്ള പൂക്കളാണ്. നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫ് ഉണ്ടല്ലോ നല്ല യെല്ലോ കളറിലോട്ട് വരുവേ. യെല്ലോ ആൻഡ് ഗ്രീനാണ്. ഇതിനെ ചെറിയ ചെടി തന്നെ നമ്മൾ വളർന്നു വരുന്ന സമയത്ത് തന്നെ ഇതിനെ നമുക്ക് ബുഷാക്കി വളർത്തിയെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം അതിൻ്റെ സൈഡിലോട്ടൊക്കെ ബ്രാഞ്ചസൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ നാമ്പൊക്കെ ഒന്ന് നുള്ളി കൊടുക്കണം. അങ്ങനെ വരുമ്പോഴാണ് ബ്രാഞ്ചസൊക്കെ വരുന്നത്. ആ ബ്രാഞ്ചുകളെ പിന്നെയും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണേ. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല ബുഷായിട്ടുള്ള പ്ലാന്റായിട്ട് വളർന്നു വരും. അങ്ങനെ നമുക്ക് പിന്നീട് നമുക്ക് വലിയ പോട്ടിലോട്ട് ആ ചെടിയെ മാറ്റി വയ്ക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ലൊരു വലിയൊരു പ്ലാന്റായിട്ട് വളർന്നിരിക്കുവാണ്. നല്ല ബ്രാഞ്ചസൊക്കെ വന്ന് കണ്ടില്ലേ. അപ്പോൾ അതിൽ നിറയെ പൂക്കളാകുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്താൻ പറ്റുമേ. ഹാങ്ങിങ് ആയിട്ട് വളർത്തുവാണെങ്കിൽ നമ്മൾ പിന്നെ ആ ഒരു രീതിയിൽ വളർത്തിക്കൊണ്ട് വരണേ. അപ്പോൾ സൈഡിലോട്ടുള്ള ബ്രാഞ്ചൊക്കെ കട്ട് ചെയ്യാതെ ഇതുപോലെ വളർത്തിയെടുക്കുവാണെങ്കിൽ നല്ല ഹാങ് ആയിട്ട് ഇങ്ങനെ കിടക്കും. ഇതേ കണ്ടോ, ഇതിൻ്റെ ചെറിയ ചെറിയ കമ്പുകൾ ഇതിനുമുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ സൈഡിലോട്ട് നമ്മൾ അതിനെ വളർത്തിയെടുക്കണം. പിന്നെ ഇതിനെ നമുക്ക് നല്ലൊരു ബൊഗെയിൻവില്ല ട്രീ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. നല്ല ബ്രാഞ്ചസൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. നിറയെ പൂക്കളും കൂടെ ആകുമ്പോഴേ വലിയ പോട്ടിൽ 18 ഇഞ്ച് സൈസ് പോട്ടിലൊക്കെ വെച്ച് നമുക്കതിനെ വലിയൊരു ട്രീ ആയിട്ട് വളർത്തിയെടുക്കാനും പറ്റും. പിന്നെ നമുക്കിതിൻ്റെ കമ്പൊക്കെ വെച്ച് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റും കൂടെയാണേ. അടുത്തത് തിമായാണേ. തിമയുടെ പിങ്കും വൈറ്റും കൂടെയുള്ള പൂക്കളാണ് ഒരു ചെടിയിൽ തന്നെ ഉണ്ടാവുന്നത്. കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇതിൻ്റെ ഇലകളുടെ പ്രത്യേകത കണ്ടോ, നല്ല മഞ്ഞ കളറും ഡാർക്ക് പച്ച കളറും കൂടെയാണ് ഇതിൻ്റെ ഇലകൾക്ക്. അതൊരു പ്രത്യേക ഡിസൈനാണ്. കണ്ടോ, ഇതിൻ്റെ പൂക്കളും അതാ പിന്നെ ആ ലീഫിൻ്റെ പിന്നെ വേരിഗേറ്റഡ് ആയിട്ടുള്ള ആ ലീഫും പിന്നെ പിങ്കും വൈറ്റും കൂടെ ഫ്ലവറും കൂടെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ ഈ ചെടിയും നമുക്കൊരു പിന്നെ ബൊഗെയിൻവില്ല ട്രീ ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാം. നിറയെ പൂക്കളൊക്കെ ആയിട്ട് നമുക്ക് വളർത്താവുന്നതാണ്. അതുപോലെ ചട്ടിയിലോ വലിയ പോട്ടിലോ അല്ലെങ്കിൽ നിലത്ത് നമുക്ക് ഡയറക്റ്റ് വെച്ചാലും നല്ലൊരു മരമായിട്ട് നമുക്കിതിനെ വളർത്തിയെടുക്കാൻ പറ്റും. നല്ല ഭംഗിയായിരിക്കും. കണ്ടോ, വൈറ്റ് ആൻഡ് പിങ്ക് ഒരു ചെടിയിൽ തന്നെ പിങ്ക് ഫ്ലവറും ഉണ്ട്. അതേ സെയിം ടൈം നമുക്ക് വൈറ്റ് ഫ്ലവറും കാണാൻ പറ്റും. ഇലകൾ കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. ഈ പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്തുന്നതിനെക്കാട്ടിലും നല്ലത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ബൊഗെയിൻവില്ല ട്രീ ആയിട്ട് നമുക്ക് നിലത്തോ പിന്നെ അതുപോലെ വലിയ പോട്ടിലോ നട്ട് വളർത്തുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കുമേ. നല്ല സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്ന ഒരു ഏരിയ നമ്മൾ അതിനായിട്ട് തിരഞ്ഞെടുക്കുക. സൂപ്പർ പ്ലാന്റ് ആണേ, തിമ വെറൈറ്റി. അടുത്ത ലീഫിൽ വേരിഗേറ്റഡ് ആയിട്ടുള്ളതാണ് ഹവായി വൈറ്റ്. കണ്ടോ, സൂപ്പർ പ്ലാന്റ് ആണ്. അതിൻ്റെ ആ ലീഫ് കണ്ടോ, ലീഫിൻ്റെ ആ വേരിഗേറ്റഡ് പിന്നെ ഫ്ലവറും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താനാണ് ബെസ്റ്റ്. ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ ഈ ഒരു പ്ലാന്റ് നല്ലതാണ്. കണ്ടോ, ഇത് സൈഡിലോട്ട് ഇങ്ങനെ വളർന്ന് വരും. അതാണ് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേക നേരിയ കണ്ടോ, ചെറിയ ചെറിയ കമ്പുകളാണ് ഇതിനുള്ളത്. നല്ല വൈറ്റ് കളറിലെ പൂക്കളും മുല്ലമുട്ട് പോലെ ഇങ്ങനെ മുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിറയെ പൂക്കുന്ന ഒരു ചെടിയാണേ. ഇതൊക്കെ ഹൈബ്രിഡിൻ്റെ ഏറ്റവും പുതിയ വെറൈറ്റിയിൽ ഉൾപ്പെടുന്ന പ്ലാന്റുകളാണ്. പിന്നെ ഓരോ സെക്ഷൻ പൂക്കൾ കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ കൊഴിയാറായ പൂക്കളൊക്കെ ഒന്ന് നുള്ളിക്കളഞ്ഞിട്ട് നമ്മൾ NPK ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ മുട്ടുകൾ വീണ്ടും നിറഞ്ഞു കിട്ടുമേ. കണ്ടോ, ഹാങ്ങിങ് പോട്ടിൽ നമുക്ക് ഈ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടാൽ സൂപ്പറാണേ. അത് ഈ ഫാമിലി പോട്ട് കിട്ടുമല്ലോ, അതിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ചെടി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെയിറ്റ് കുറഞ്ഞ് പോട്ടി മിക്സ് കൊടുക്കാൻ ശ്രദ്ധിക്കണം.
ഈ പ്ലാന്റും ഇത് നമ്മൾ ചെറിയ പ്ലാന്റായിട്ട് നട്ടുപിടിപ്പിക്കുമ്പോഴും ഇതിൻ്റെ സൈഡിലോട്ടുള്ള ബ്രാഞ്ചസൊക്കെ നമ്മളൊന്ന് നുള്ളി കൊടുക്കുമ്പോഴാണ് ആദ്യം വരുന്ന നാമ്പുകളൊക്കെ ഒന്ന് നുള്ളി കൊടുക്കുമ്പോഴാണ് സൈഡിലോട്ട് ബ്രാഞ്ചസൊക്കെ വന്ന് ചെടി കണ്ട ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പരുവത്തിലാകുന്നത്. പിന്നെ നമുക്ക് വലിയ പോട്ടിലൊക്കെ ബുഷായിട്ടും ഈ ചെടിയെ വളർത്തിയെടുക്കാൻ പറ്റും. അടുത്ത് തന്നെ ഇതിനോട് സാമ്യമുള്ള ഇലകളുമായിട്ട് സക്കുറ ബെല്ലക്കാനാണ്. നോക്കിയേ, ലൈറ്റ് ഒരു പിങ്ക് കളറിലെ ഫ്ലവറും ചെറിയ കുഞ്ഞു ഇലകളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല സൂപ്പർ പ്ലാന്റാണ്. പൂക്കളും ചെറുതാണ്, ഇലകളും ചെറുതാണ്. ചെറിയ ഒരു റാണി പിങ്ക് എന്നൊക്കെ പറയും, ആ ഒരു കളറിലോട്ടാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. ഡയറക്റ്റ് നല്ല സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റാണേ. നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ ബെസ്റ്റ് പ്ലാന്റാണ് ഈ പ്ലാന്റുമേ. അപ്പോൾ ഇതും ഹാങ്ങിങ് ആയിട്ട് വളർത്തുമ്പോഴും നല്ല ചെറിയ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലും നമ്മൾ ഹാങ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ പ്ലാന്റും അതുപോലെ തന്നെ ചെറിയൊരു പ്ലാന്റായിട്ട് നമ്മൾ നട്ട് പിടിപ്പിക്കുമല്ലോ, അപ്പം തന്നെ നമ്മൾ അതിൻ്റെ നാമ്പൊക്കെ ഒന്ന് നുള്ളി കൊടുക്കണേ. അപ്പോഴാണ് ഇത് ചട്ടി നിറച്ച് ചെടി വളർന്നു വരും. പിന്നെ ഇതിൽ ഇലകളിലൊക്കെ നമ്മൾ പഴയ പൂക്കളൊക്കെ ഒന്ന് കൊഴിയാറാകുമ്പോൾ അതെല്ലാം ഒന്ന് നുള്ളി കളഞ്ഞിട്ട് നമ്മളൊന്ന് ഇലകളിലൊക്കെ NPK സ്പ്രേ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നിറയെ ഇതുപോലെ വീണ്ടും പൂക്കൾ നിറയും. എപ്പോഴും പൂക്കളുണ്ടാകുന്നൊരു ചെടിയാണ് സക്കുറ ബെല്ലക്കാൻ. ലീഫിൽ വെറിഗേറ്റഡ് ആയിട്ട് ഉള്ള അടുത്തൊരു പ്ലാന്റാണ് ഡോക്ടർ ആവുവിൻ്റെ പ്ലാന്റ്. നോക്കി, അതിൻ്റെയും ഫ്ലവർ ഇത് കണ്ടോ, റെഡ് കളറാണ് ഫ്ലവർ. കണ്ടോ, നല്ല ഭംഗിയുള്ള കളറല്ലേ, നല്ല കൊലയായിട്ട് പൂക്കളുണ്ടാവുമേ. അതിൻ്റെ ഇലകൾ കണ്ടോ, ഇതാണ് അതിൻ്റെ ഇലകൾ കണ്ടോ. അതിൻ്റെ ആ ഇലകളുടെ ഒരു പ്രത്യേകത നോക്കിയേ, വൈറ്റ് ആൻഡ് ഗ്രീനാണേ. ഈ പ്ലാന്റിനെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താം, പക്ഷേ എനിക്ക് ഇഷ്ടം വലിയ പോട്ടിലൊക്കെ വെച്ച് നല്ലൊരു ട്രീ ആയിട്ട് ബൊഗൈൻവില്ലയുടെ ഒരു വലിയ മരമായിട്ട് വളർത്തുന്നതാണ് ഈ ചെടി. നല്ല സൂപ്പർ പ്ലാന്റാണേ. അടുത്തത് നമ്മുടെ ലീഫിൽ വെറിഗേറ്റഡ് ഉള്ള 21 ജുവൽസിൻ്റെ പീച്ചാണേ. കണ്ടോ, ഒരു സെക്ഷൻ പൂക്കളെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത പൂക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയം ഇതിൻ്റെ ഇലകൾ കണ്ടോ. ഈ ചെടികളൊക്കെ ആണെങ്കിൽ നമുക്ക് പൂക്കളില്ലാത്ത സമയത്ത് നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനേ. പിന്നെ ഇത് റെയിനി സീസണിലും ഫ്ലവർ ഉണ്ടാകുന്ന ചെടികളാണ്. നമ്മൾ അതുപോലൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ കണ്ടോ. ജുവൽസ് പീച്ച്. ലീഫിൽ വെറിഗേറ്റഡ് ആയിട്ടുള്ള അടുത്തൊരു പ്ലാന്റാണ് ഓറഞ്ച് ഐസ്. നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി, അതിൻ്റെ ആ ഇലകളും ആ ഓറഞ്ച് കളറിലെ പൂക്കളും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയുള്ള ചെടിയാണേ. അപ്പോൾ ഈ ചെടിയും നമുക്ക് ഹാങ് ആയിട്ടൊക്കെ വളർത്താം, പക്ഷേ ഒരു ട്രീ ആയിട്ട് നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ വലിയ പോട്ടിലൊക്കെ വെച്ച് ബുഷാക്കി നമുക്ക് വളർത്തിയെടുത്താൽ നല്ല ഭംഗിയാണേ. ഇതുപോലെ പൂക്കൾ നിറഞ്ഞ് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടോ, ആ പൂക്കൾക്കും ഓറഞ്ച് കളറ് അതുപോലെ പീച്ച് കളറ് കണ്ടോ. ഈ ഒരു പൂക്കളിൽ തന്നെ ഓറഞ്ചും പീച്ചും ഷെയ്ഡെല്ലാം വരുന്നുണ്ട്. ഈ ചെടിയെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയ വയ്ക്കുമ്പോഴാണ് ഇതുപോലെ കളർഫുള്ളാകുന്നത്, ഇലകളും പൂക്കളും എല്ലാം. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ട് വളർത്തണമെങ്കിൽ അതുപോലെ അതിനെ വളർത്തിക്കൊണ്ട് വരണേ. അടുത്തത് ലീഫിൽ വെറിഗേറ്റഡ് ആയിട്ടുള്ളത് കണ്ടോ, 21 ജുവൽസ് പിങ്ക്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അതുപോലെ നല്ല സൂര്യപ്രകാശം കിട്ടുമ്പോഴാണ് ഇതുപോലെ കളർഫുള്ളാകുന്നത്, നിറയെ പൂവിടുന്നത്. ഇച്ചിരി വെയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പൂക്കൾ കുറയും കേട്ടോ. ഇങ്ങനെ നല്ല പൂക്കളാണ്, കുറ്റിയായിട്ട് കണ്ടോ. പൂക്കളിങ്ങനെ നിറഞ്ഞു നിൽക്കും, ബൊക്ക പോലെ പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയാണേ. നല്ല മനോഹരമായ പൂക്കൾ. ഇപ്പം നല്ലൊരു മഴയങ്ങ് കഴിഞ്ഞു, കുറേ ചെടികൾ നമ്മുടെ മഴയത്ത് നനഞ്ഞു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കണം ഓളെന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.